ചാലക്കുടി KSRTCയുടെ ആദ്യത്തെ അന്തർ സംസ്ഥാന യാത്രയാണ് കന്യാകുമാരി യാത്ര. അപ്പോൾ മലയാളി യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാത്ത ഇടങ്ങളിലൊന്നാണ് കന്യാകുമാരി യാത്ര. നമുക്ക് ഊട്ടിയോടും കൊടൈക്കനാലിനോടും ബാംഗ്ലൂരിനോടും ഒക്കെയുള്ള അതേ ഇഷ്ടം തന്നെയാണ് കന്യാകുമാരിയോടും. മലയാളികൾ ഒരു കാലത്ത് വിനോദയാത്രയിൽ ഭൂരിഭാഗവും ചെന്ന് അവസാനിക്കുന്ന കന്യാകുമാരിയിലെ സൂര്യാസ്തമയം കണ്ടുകൊണ്ടായിരുന്നു. കേരള ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലത്ത് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരി സഞ്ചാരികൾക്ക് ഒരു സ്വർഗം തന്നെ പണിയുന്ന നാടാണ്. ധാരാളം ബീച്ചുകളും ക്ഷേത്രങ്ങളും കോട്ടകളും ഒക്കെയുള്ള ചരിത്ര കാഴ്ചകളുമൊക്കെയുള്ള കന്യാകുമാരിയുടെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഈ കന്യാകുമാരി യാത്രയിൽ വട്ടക്കോട്ടയുടെ മനോഹാരിതയും തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ വശ്യ സൗന്ദര്യവും പത്മനാഭപുരം പാലസിൻ്റെ മാസ്മരികതയും ആസ്വദിച്ചുകൊണ്ട് കന്യാകുമാരിയിലെ സൂര്യാസ്തമയം കണ്ട് തിരികെ ചാലക്കുടിയിലേക്കൊരു യാത്ര. ഇതിന് ടിക്കറ്റ് ചാർജ് 1460 രൂപയാണ്. ട്രാവൽ വിത്ത് ഗിരീഷ്. താങ്ക് യു. സീറ്റ് നമ്പറുണ്ടോ? ഞാനും ഒരു യാത്രയുടെ ഭാഗമായിട്ട് ആദ്യമേ തന്നെ ഇന്ന് ഈ യാത്രയിൽ KSRTCയെ സ്നേഹിച്ചുകൊണ്ട് KSRTCയുടെ യാത്ര എത്തിച്ചേർന്ന നല്ലവരായ എല്ലാ സുന്ദരന്മാരും സുന്ദരിമാർക്കും ചാലക്കുടി KSRTCയുടെ അകവഴിഞ്ഞ സ്വാഗതം. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കൂടിയുള്ള ഒരു യാത്രയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിലുള്ള കുറേ മുഖങ്ങൾ, പരിചയമുള്ള മുഖങ്ങൾ കണ്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി. കാരണം പല യാത്രകളിലും ഞാനും അവരുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പരിചയമുള്ള കുറേ മുഖങ്ങൾ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കേരള ഗവൺമെന്റ്, തമിഴ്നാട്, ഏതൊരു ഗവൺമെന്റ് ആയാലും വാഹനങ്ങൾക്കൊരു പരിമിതികളെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് പെർമിറ്റുള്ള വാഹനം തന്നെ വേണം നമുക്ക് കേരള അതിർത്തി കടന്ന് പോകുവാനായിട്ട്. അതിനാൽ നമ്മുടെ വാഹനം വെള്ളനാട് വരെയാണ് ഈ ബസ് ഉള്ളത്. അവിടെ നിന്ന് സൂപ്പർ ഫാസ്റ്റ് ഇന്റർസ്റ്റേറ്റ് പെർമിറ്റുള്ള ബസ്സിലായിരിക്കും നമ്മൾ കന്യാകുമാരിക്കുള്ള യാത്ര തുടരുക. അപ്പോൾ വെള്ളനാട് ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങും. നമ്മളുടെ ഫ്രഷപ്പ് കാര്യങ്ങളെല്ലാം വെള്ളനാട് ഡിപ്പോയിൽ തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ പുതിയ ബ്ലോക്കാണ്, പുതിയ വാഷ്റൂമുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് എത്രയും സൗകര്യപ്രദമായിട്ട് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് വേറൊരു സ്ഥലം. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ഉറക്കം ആവശ്യമാണ്. നാളെ പകല് ഫുള്ള് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് നമ്മുടെ യാത്രയുടെ വിശദ വിവരങ്ങളെല്ലാം നമ്മൾ നാളെ പോകുന്ന വഴിയിൽ തന്നെ പറയും. ഫ്രഷപ്പ് ആയതിനു ശേഷം നമ്മൾ പോകുന്നത് തൃപ്പരപ്പൂർ വെള്ളച്ചാട്ടമാണ് ആദ്യം പോകുന്നത്. നമ്മളത് പ്രത്യേകം പറയുന്നു. തൃപ്പരപ്പൂർ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ വാഷ്റൂമുണ്ട്, കുളിക്കാനുള്ള സൗകര്യങ്ങളുള്ള ബാത്റൂമുകൾ, എല്ലാ സൗകര്യങ്ങളും ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ആ വെള്ളച്ചാട്ടം നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സമയം തരും. അപ്പോൾ തൃപ്പരപ്പൂർ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷമാണ് നമ്മൾ പത്മനാഭപുരം കൊട്ടാരം കാണാൻ പോകുന്നത്, പാലസ് കാണാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാലോ പത്മനാഭപുരം കൊട്ടാരം അതാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ നാളെ പറഞ്ഞാൽ പോരെ. പിന്നെ നമ്മളൊരു ചെറിയൊരു കോട്ടയാണെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സമയം പോകും. 4 മണി വരെയാണ് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഈ 4 മണിക്കുള്ളിൽ ടിക്കറ്റ് കൗണ്ടറിൽ എത്തുന്നതായി നമ്മൾ ഏകദേശം ഒരു 2 മണിക്കെങ്കിലും നമ്മൾ അവിടെ എത്തിയാലാണ് നമ്മൾക്ക് കയറാൻ കഴിയുള്ളൂ. അത്രയ്ക്ക് ജനത്തിരക്കായിരിക്കും കന്യാകുമാരിയിൽ. അപ്പോൾ നമ്മൾ പത്മനാഭപുരം കൊട്ടാരം കഴിഞ്ഞാൽ നേരെ നമ്മൾ കന്യാകുമാരിയിലേക്കാണ്. ഈ കൊട്ടാരത്തിന്റെ അവിടെ നിന്ന് അധിക ദൂരമൊന്നുമില്ല, 1 മണിക്കൂർ യാത്രയെ നമ്മൾക്ക് കന്യാകുമാരിയിലേക്കേ ഉള്ളൂ. പത്മനാഭപുരം കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യണമെന്ന് അറിയാലോ? എങ്ങനെ? കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെ പോകുന്ന വഴിക്കെല്ലാം പറയാം. फूल से खिल के पास अदिल के
दूर से मिल ओके ओके അങ്ങനെ നമ്മുടെ കന്യാകുമാരി യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ തൃപ്പരപ്പ് വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ധാരാളം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ കന്യാകുമാരി യാത്രയിലെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് തൃപ്പരപ്പ് വാട്ടർഫാൾസ്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ വെള്ളറടയിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം. തൃപ്പരപ്പ് അതിമനോഹരമായ ചില കാഴ്ചകളാൽ സമ്പന്നമാണ്. നമ്മൾക്ക് തൃപ്പരപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇവിടുത്തെ എൻട്രി ഫീസ് 10 രൂപയാണ്. വീഡിയോ ക്യാമറയ്ക്ക് 150 രൂപ ഉണ്ട് കേട്ടോ ചാർജ്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് വരുമ്പോഴുള്ള ഈ കാഴ്ച ഉണ്ടല്ലോ, അത് അതിമനോഹരമായ കാഴ്ചയാണ്. ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത കാഴ്ചയാണ്. ഒരു 50 അടി താഴ്ചയിലേക്ക് വെള്ളം വരുന്ന കാഴ്ച ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് നേരം നിന്ന് പോകും ഈ കാഴ്ച കണ്ടിട്ട്. അതുപോലെയാണ് നല്ലൊരു ഗാർഡൻ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കുന്നതിന് സെപ്പറേറ്റ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കളിക്കുന്നതിന് വേണ്ടി ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിന് അടുത്ത് തന്നെ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്കുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് തൃപ്പരപ്പ് വാട്ടർഫാൾസ്. ഇത് തമിഴ്നാട്ടിലാണ്. ഇതൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. തൃപ്പരപ്പ് വാട്ടർഫാൾസ് വഴിയാണ് ഇത് വളരെ ഫേമസ് ആയത്. പ്രസിദ്ധമായ താമരബരണി നദിയിലാണ് തൃപ്പരപ്പ് വാട്ടർഫാൾസ് ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്നും 55 കിലോമീറ്റർ. നാഗർകോവിൽ കന്യാകുമാരി ജില്ലയുടെ തലസ്ഥാനമാണ്. ഇവിടെ നിന്ന് കുളശ്ശേരത്ത് നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്പരപ്പിലെത്താൻ സാധിക്കും. ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് തന്നെ ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഇത് വളരെ ഫേമസ് ആണ്. ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലൂടെ വടക്ക് ഭാഗത്ത് ഒഴുകുന്ന കോതയാർ അല്പം താഴെ ചെന്ന് 50 അടി താഴ്ചയിലേക്ക് പതിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ തൃപ്പരപ്പ് വാട്ടർഫാൾസ്. ഈ കാണുന്നതാണ് തൃപ്പരപ്പിലെ വളരെ ഫേമസ് ആയിട്ടുള്ള തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. തമിഴ്നാട്ടിലെ പ്രധാന ശിവക്ഷേത്രങ്ങളൊന്നാണ്. സ്ഥാനം കൊണ്ട് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലാണെങ്കിലും ധാരാളം മലയാളികൾ എത്തുന്നൊരു ക്ഷേത്രം കൂടിയാണ്. പടിഞ്ഞാറേക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രം കോതാർ നദിയുടെ മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് ഒരു ചെറിയൊരു ചെക്ക് ഡാമുണ്ട്. അതുപോലെ ചെറിയ മനോഹരമായിട്ടൊരു പാലമുണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം.
ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനുള്ള സൗകര്യം കൂടിയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നൊരു പ്ലേസ് കൂടിയാണ്. ഇവിടെ അതിമനോഹരമായിട്ടുള്ള നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നല്ല കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നമുക്ക്. അതായത് മധ്യ കേരളത്തിലുള്ളവർക്ക് അതിരപ്പള്ളി വാട്ടർഫാൾസ് പോലെയാണ് തിരുവനന്തപുരത്തുകാർക്ക് തൃപ്പരപ്പ് വാട്ടർഫാൾസ്. ഇതിന് മറ്റൊരു പേര് കുമാരി കുറ്റാലം എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് കേട്ടോ. കാട്ടരുവിയുടെ മനോഹരമായ കാഴ്ച അത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായി ഒരു കൽമണ്ഡവും കുളിക്കാനായി വെള്ളച്ചാട്ടവും, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ രണ്ടാമത്തെ പ്ലേസായ പത്മനാഭപുരം പാലസിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മുടെ കന്യാകുമാരി യാത്രയുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ പത്മനാഭപുരം കൊട്ടാരത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 10. നമ്മൾക്കിവിടെ 2 മണിക്കൂർ സമയം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ 2 മണിക്കൂർ കാണുന്നതിനുള്ള കാഴ്ചകളുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. അതുപോലെ ഫോറിനേഴ്സിന് 500 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതുപോലെ വീഡിയോഗ്രാഫി ഗോപ്രോ പോലുള്ള ക്യാമറകൾക്ക് ഇവിടെ 250 രൂപ ചാർജ് ഉണ്ട്. ഞാൻ 250 രൂപ ടിക്കറ്റ് എടുക്കുകയാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി. ഈ പത്മനാഭപുരം കൊട്ടാരം 6 ഏക്കറോളം വരുന്ന കൊട്ടാര വളപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിൻ്റെ തനത് വസ്തുവിദ്യാ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ്. കൊട്ടാരത്തിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്ന കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് കാണിക്കും, ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അകത്തെ കാഴ്ചകളും വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കാണുന്ന കൊട്ടാരത്തിൻ്റെ പൂമുഖ മാളികയാണ്. നമ്മൾ എൻട്രൻസിലൂടെ അകത്ത് കടന്നാൽ കാണുന്നതാണ് പൂമുഖ മാളിക. ഇതൊരു ദീർഘചതുരാകൃതിയിലുള്ള നടയ്ക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുഖപ്പോട് കൂടിയ ഇരുനില കെട്ടിടത്തിൻ്റെ പൂമുഖം. ഇതിൽ മന്ത്രശാലയുണ്ട്, നാടകശാലയുണ്ട്, മണിമേടയുണ്ട് എന്നീ ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിൽ മഹാരാജാവ് അതിഥികളെ സ്വീകരിച്ചിരുന്ന സ്ഥലമാണ്. ഇത് കേരളീയ വാസ്തുവിദ്യ ശൈലിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. ധാരാളം കൊത്തുപണികൾ ഇവിടെ കാണാൻ സാധിക്കും. തടികളുണ്ടാക്കിയ മേൽത്തട്ടിൽ വ്യത്യസ്തങ്ങളായ 90 പൂക്കൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ കുതിരക്കാരൻ വിളക്കും 7 കഷ്ണം കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കട്ടില, അത് ഇവിടുത്തെ പ്രത്യേകതയാണ്. അതുപോലെ ചീനക്കാർ മഹാരാജാവിന് സമ്മാനിച്ച ചീനക്കസേരയും ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതിന് മന്ത്രശാല എന്ന് പറയും. അതായത് കോൺഫറൻസ് ഹാളാണ്. രാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തത് ഇവിടെ വെച്ചാണ്. ഒരു മുഖപ്പ് മാത്രമുള്ള മന്ത്രശാലയ്ക്ക് 11 കിളിവാതിലുകളുണ്ട് കേട്ടോ. അതുപോലെ ചൈനീസ് മാതൃക നിർമ്മിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ പത്മനാഭപുരം പാലസ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ തക്കലയിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാര സമുച്ചയമാണ് പത്മനാഭപുരം കൊട്ടാരം. AD 1592 മുതൽ 1609 വരെ തിരുവിതാംകൂർ ഭരിച്ച ഇരവിപ്പുള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് AD 1601 ഈ പാലസിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ഈ മുറി മുഴുവൻ ചൈനീസ് ഭരണികളാണ്. എല്ലാം ചൈനീസ് വ്യാപാരികളുടെ സമ്മാനങ്ങളാണ്. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ കറക്റ്റ് സ്പോട്ട് ട്രിവാൻഡ്രത്ത് നിന്നും 64 കിലോമീറ്റർ അകലെയാണ്. അതുപോലെ കന്യാകുമാരിയിലേക്കുള്ള വഴി തക്കലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടൊരു ഒരു കൊട്ടാരമാണ്. ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു പത്മനാഭപുരം പാലസ്.
ഈ കൊട്ടാരം ഉണ്ടോ, ഈ കൊട്ടാരം കേരളീയ ശൈലിയിലുള്ള വാസ്തുവിദ്യയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. ശരിക്കും പറഞ്ഞാൽ തടി കൊണ്ടുള്ള ഒരു കൊട്ടാരമാണ്. 17-18 നൂറ്റാണ്ടിലെ ചുമർചിത്രങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതിമനോഹരമായിട്ടുള്ള ശില്പങ്ങളുണ്ട്. പുഷ്പ കൊത്തുപണികളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ ഫ്ലോർ കറുത്ത ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന രാജാവിൻ്റെ കിടപ്പുമുറികളാണ്. ഈ കാണുന്ന അലങ്കാര കട്ടിലാണ് 64 തരം ഔഷധ സസ്യങ്ങളും മരങ്ങളും കൊണ്ട് നിർമ്മിച്ചതാണ്. ഡച്ച് വ്യാപാരികളിൽ നിന്നും കിട്ടിയ സമ്മാനമാണിത് രാജാവിന്. ഈ കാണുന്ന രാജ്ഞിമാരുടെ മേക്കപ്പ് റൂമാണ്. ഇവിടെ ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കണ്ണാടിയുണ്ട്. കാണുന്നത് ഈ കൊട്ടാരത്തിലെ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ശൗചാലയമാണ്. അത് ടോയ്ലറ്റാണ്. ഈ കാണുന്ന കിളിവാതിലുണ്ട്. ഇവിടെ രാജാവ് ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കിളിവാതിലാണ്. ഇവിടെ ധാരാളം പെയിൻറ്റിങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. പുരാണങ്ങളിൽ നിന്നുള്ള രംഗങ്ങളും അക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ സാമൂഹിക ജീവിതത്തിലെ ചില രംഗങ്ങളും ചിത്രീകരിക്കുന്ന 18-ാം നൂറ്റാണ്ടിലെ അതിമനോഹരമായ ചില പെയിൻറ്റിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന പാലസിലെ ക്യാൻറ്റീനാണ്. നമ്മൾ അല്പം നടന്ന് ക്ഷീണിച്ച് നമുക്ക് അല്പം വിശ്രമിക്കാനും ചായയും സ്നാക്സും ജ്യൂസൊക്കെ കുടിക്കുന്നുള്ള സൗകര്യം ഉണ്ട്. തെക്കേ കൊട്ടാരം. ഇത് 1990 മുതൽ തെക്കേ കൊട്ടാരം ഒരു പൈതൃക മ്യൂസിയമാക്കി മാറ്റി. പുരാതന ഗാർഹിക വസ്തുക്കളും കൗതുക വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുരാതന കാലത്തെ പരമ്പരാഗത കേരള കുടുംബത്തിന് സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കിവിടെ നൽകുന്നുണ്ട്. ഈ തെക്കേ കൊട്ടാരത്തിൽ പഴയ വീട്ടുപകരണങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ പഴയ ഗ്രാമഫോണൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി പഴയ വസ്തുക്കൾ, കൗതുക വസ്തുക്കളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. – 400 വർഷം പഴക്കമുള്ള ഒരു രാജകീയമായ പാലസ് ആട്ടോ. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കൊട്ടാരമാണിത്. 6.5 ഏക്കറിലാണ് ഈ പാലസ് നിറഞ്ഞു നിൽക്കുന്നത്. ഇത് അത്ഭുതകരമായ സമുച്ചയത്തിൻ്റെ ഓരോ ഭാഗവും 15ലധികം കെട്ടിടങ്ങളുമായി സങ്കീർണമായ മരപ്പണികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇത് പഴയകാല കരകൗശല വിദഗ്ധരുടെ മികച്ച കഴിവുകൾ എടുത്തു കാണിക്കുന്നുണ്ട് ഇവിടെ. ഈ കൊട്ടാരം മലയാളത്തിലെ പല ഗാനരംഗങ്ങൾക്കും ഈ കൊട്ടാര സമുച്ചയം പശ്ചാത്തലമൊരുക്കിയിട്ടുണ്ട്. അതുപോലെ മലയാളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗം ശോഭന അവതരിപ്പിക്കുന്ന പ്രസിദ്ധമായ നൃത്തം അവതരിപ്പിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണ്. ഈ കാണുന്ന പുരാവസ്തു മ്യൂസിയമാണ്. അപ്പോൾ ഈ മ്യൂസിയത്തിൽ അകത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ചാലക്കുടി കന്യാകുമാരി യാത്രയുടെ ആദ്യത്തെ വീഡിയോയിലെ ഫസ്റ്റ് എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. Signing off, Girish.